അമ്മയ്ക്കും 2 കുട്ടികൾക്കും ഒരുപോലെ ഡ്രസ്സ് ഡിസൈൻ ചെയ്യാനായിരുന്നു നമ്മളോട് കസ്റ്റമർ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒനിയൻ പിങ്ക് കളർ ആണ് അവർ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അമ്മയ്ക്ക് വേണ്ടിയിട്ട് ചുരിദാർ സെറ്റും അതുപോലെ 2 കുട്ടികൾക്ക് നെറ്റിൻ്റെ ഫ്രോക്കും ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മോമിൻ്റെ ഷോളിലും അതുപോലെ തന്നെ പാൻറ്റിൻ്റെ അടിഭാഗത്തൊക്കെ ഇതുപോലെയുള്ള ലേസാണ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ഫൈനൽ ലുക്ക് സ്റ്റിച്ചിങ് ഒക്കെ കഴിഞ്ഞ ശേഷം നമ്മൾ അവർക്ക് വീഡിയോ സെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു അയ്യോ ഷോളിലും പാൻറ്റിലും കൂടെ കുറച്ച് വർക്ക് ആഡ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓക്കെ ചെയ്യാലോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ വർക്കൊക്കെ കൊടുക്കാനും വേണ്ടിയിട്ട് നിന്നു. അപ്പോൾ ആ ഒരു ചുരിദാറിലുള്ള ആ ഒരു വർക്ക് കട്ട് ചെയ്തിട്ട് ഇതുപോലെ സോൾഡർ ചെയ്തെടുത്തിട്ട് കൊടുക്കാനായിരുന്നു അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുപോലെ കുറച്ച് ബീഡ്സൊക്കെ ആഡ് ചെയ്യാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ അവർ പറഞ്ഞ പ്രകാരം തന്നെ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് വർക്ക് ചെയ്തിട്ടാണോ വർക്ക് ചെയ്യുന്നതിന് മുന്നേ ഉള്ളതാണോ ഇഷ്ടപ്പെട്ടതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇതാണ് ആ ഒരു ഫൈനൽ ലുക്ക് വന്നിട്ടുള്ളത്. പാൻറ്റിലൊക്കെ നമ്മൾ നന്നായിട്ട് വർക്ക് ആഡ് ചെയ്തിട്ടുണ്ട്, ഷോളിലും വർക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഫൈനൽ ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഷോളിലൊക്കെ ഇതുപോലെ നമ്മൾ ബീഡ്സും കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ആ ഒരു വർക്കും കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുട്ടിയുടെ ചെറിയ മോളുടെ ഫ്രോക്കിൽ ഫ്രണ്ട് പോർഷനിൽ ചെസ്റ്റ് പോർഷനിൽ നമ്മളോട് ബട്ടർഫ്ലൈസ് ആണ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. വൈറ്റിൽ ആ ഒരു മോമിലിൻ്റെ ചുരിദാറിലേക്ക് മാച്ചിങ് ആയിട്ട് ആ ഒരു വൈറ്റും കൂടെ അതിൽ വരണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ഫ്ലവേഴ്സ് കട്ട് ചെയ്ത് നമ്മൾ അതിനുമേ ഒട്ടിക്കുന്നതിന് മുന്നേ നമ്മളിങ്ങനെ വെച്ച് കൊടുത്തിട്ട് കസ്റ്റമർക്ക് വീഡിയോയും ഫോട്ടോസും അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അയ്യോ ഈ ഒരു ബട്ടർഫ്ലൈസ് ഒത്തിരി വലുതായി പോയല്ലോ എന്ന് കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് ഓക്കെ ചെറുതാക്കി തരാമല്ലോ, ഇത് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളല്ലോ, നമ്മളത് ഫിറ്റ് ആക്കിയിട്ടില്ലല്ലോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ബട്ടർഫ്ലൈസ് എല്ലാം നമ്മൾ കട്ട് ചെയ്തെടുത്തതൊക്കെ വെറുതെ വേസ്റ്റ് ആവില്ല, നമുക്ക് വേറൊരു ഫ്രോക്ക് വരുമ്പോൾ നമുക്ക് അതിലേക്ക് ആഡ് ചെയ്യാമല്ലോ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ചെറിയ സൈസിലുള്ള ബട്ടർഫ്ലൈസൊക്കെ വെച്ചിട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചെറിയ സൈസിലുള്ള നമ്മുടെ അടുത്തുണ്ടായിരുന്ന മാറ്റ് ഈ ഒരു വലിപ്പത്തിലുള്ളതായിരുന്നു. അപ്പോൾ അതുപോലെ നമ്മൾ ഫുള്ളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, സോൾഡർ ചെയ്തെടുത്തതാണ്. അത് നമ്മളിങ്ങനെ എടുക്കുകയാണ്. അപ്പം ഇത് ഒത്തിരി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ആ ഒരു ചെസ്റ്റ് പോർഷനിൽ ചെറുതാകുമ്പോൾ കുറേ വെച്ച് കൊടുക്കണമല്ലോ. അപ്പോൾ അതുപോലെ തന്നെ വലിയ ബട്ടർഫ്ലൈസ് വേസ്റ്റ് ആവണ്ട, വലിയ മോളുടെ ഫ്രോക്കിൽ വെച്ച് കൊടുത്താൽ മതി എന്ന് കസ്റ്റമർ പറഞ്ഞപ്പോൾ നമ്മൾ വലിയ മോളുടെ ഇത് വലിയ സൈസിലും വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് മോം ആൻഡ് കിഡിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ടുള്ളത്. അമ്മയ്ക്കും കുഞ്ഞുങ്ങൾക്കും ഒരുപോലത്തെ കളർ തന്നെയാണ് വീഡിയോയിൽ. നെറ്റിൻ്റെതും അതുപോലെ തന്നെ മോമിൻ്റെത് വേറൊരു ക്ലോത്ത് ആണല്ലോ, അപ്പോൾ ആ ഒരു ക്ലോത്തിൻ്റെ ചേഞ്ച് കൊണ്ടുള്ള ചെറിയൊരു കളർ ചേഞ്ച് തോന്നുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. കസ്റ്റമറിൻ്റെ പിക്കും വീഡിയോസും ഒന്നും നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഈ ഒരു വീഡിയോ ഇടുന്ന സമയത്ത്. അപ്പോൾ നമ്മൾ കിട്ടിയാൽ അത് അപ്ലോഡ് ആക്കാം കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമായോ? അമ്മയുടെയും കുഞ്ഞുങ്ങളുടെയും ഫ്രോക്കുകൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. നിങ്ങൾക്ക് ഇതുപോലുള്ള ഫ്രോക്കും അതുപോലെ തന്നെ മോമിൻ്റെ ചുരിദാറും എല്ലാം ഡിസൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്താൽ മതി. ഏത് സൈസിലും അവൈലബിൾ ആണ്, ഏത് കളേഴ്സിലും നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ്.